ആളുകൾക്ക് പൊതുവേ ഉള്ളൊരു വിചാരമാണ്, ഓക്കെ ഞാൻ കുറച്ച് മെലിഞ്ഞിട്ടാണ് അല്ലെങ്കിൽ ഫിറ്റാണ്, എനിക്ക് അങ്ങനെ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പക്ഷെ മറിച്ച് ഒരു ഒബീസായിട്ടുള്ള അല്ലെങ്കിൽ കുറച്ച് തടിച്ചിട്ടുള്ള ഒരാളാണെങ്കിൽ ഓക്കെ ഫുൾ പ്രശ്നമാണ്, എന്തെങ്കിലും അസുഖങ്ങൾ വരും, ഇല്ലെങ്കിൽ തന്നെ വരും എന്നുള്ളൊരു ചിന്താഗതിയാണ്. ശരിക്കും അങ്ങനെ ശരിയാണ്? ഈ തടി അല്ലെങ്കിൽ ഒരു ഒബീസായിട്ടുള്ള ഒരു ബോഡി ബിൽഡ് ഉണ്ടാവുമല്ലോ, അത് വെച്ചിട്ട് നമുക്ക് ഒരാളെ ജഡ്ജ് ചെയ്യാൻ പറ്റും? പൊതുവിൽ നോക്കുകയാണെങ്കിൽ ജഡ്ജ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ജഡ്ജ് ചെയ്യുന്നുള്ളത് ഒരു റോങ് ആയിട്ടുള്ള വേർഡായിരിക്കാം. ബട്ട് സ്റ്റിൽ നമുക്ക്, പക്ഷേ ഞാൻ പറയാം, വെയിറ്റ് ഈസ് നോട്ട് എ ഗുഡ് ഇൻഡിക്കേറ്റർ ഓഫ് ഹെൽത്ത്. പൊതുവിൽ നമ്മൾ വെയിറ്റ് വെച്ചിട്ടാണ് പറയുക. ഇപ്പോൾ ചില ആളുകൾക്ക് വെയിറ്റ് കുറവായിരിക്കും, പക്ഷേ അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ബോഡി കോമ്പോസിഷൻ എന്ന് പറഞ്ഞ ഒരു പാർട്ടാണ്. അതിൽ തന്നെ നമ്മൾ ബോഡി കോമ്പോസിഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയുടെ വെയിറ്റ് എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത്, എത്രത്തോളം ഫാറ്റ് ഉണ്ട്, എത്രത്തോളം ബോൺ ഉണ്ട്, എത്രത്തോളം മസിലുണ്ട്. ഈ ഫാറ്റാണല്ലോ നമ്മൾ കണക്കാക്കുന്ന പ്രധാനപ്പെട്ട വില്ലൻ. പക്ഷേ ഈ ഫാറ്റിൻ്റെ ഡിസ്ട്രിബ്യൂഷനാണ് ശരിക്കും പറഞ്ഞാൽ പ്രധാനപ്പെട്ട വില്ലൻ. ഫാറ്റ് എവിടെയാണ് എന്നുള്ളതാണ്. അപ്പോൾ എനിക്കൊരു ഇതിൽ പറയാനുള്ളത്, സബ്ക്യൂട്ടേനിയസ് ഫാറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള പുറമേയുള്ള ഫാറ്റും ഇൻറ്റേർണൽ ഫാറ്റ് ഉണ്ട്, വിസറൽ ഫാറ്റ് എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് ഇൻറ്റേർണൽ ഫാറ്റ് എന്ന് ഉദ്ദേശിക്കുന്നത് വയറിൻ്റെ ഉള്ളിലാണ്. നമ്മൾ ഈ 6 പാക്ക് മസിൽ എന്ന് വിളിക്കുന്ന മസിൽസിൻ്റെ താഴെ വരുന്ന ഫാറ്റ് ഉണ്ട്. ഓക്കെ, ഇത് പലപ്പോഴും ഹിഡൻ ആണ്, പലപ്പോഴും ഇത് കാണില്ല. അപ്പോൾ എനിക്ക് ഒരു എക്സാമ്പിളായിട്ട് ഞങ്ങൾക്ക് പറഞ്ഞുതരാം. നമ്മൾ റീസെൻ്റായിട്ട് ഒരു കപ്പിൾ വന്നു. അപ്പോൾ ഇവർ വരുമ്പോൾ ഇവർ ഒരു കോമഡി പറഞ്ഞിട്ടാണ് വരുന്നത്. ഹസ്ബൻഡ് ലുക്സ് വെരി ലീൻ. ഓക്കെ, ചെറിയൊരു വയറുണ്ട്, പക്ഷെ പൊതുവിലെ ആളെ കാണുമ്പോൾ, ബിൽഡ് കാണുമ്പോൾ ഒരു ലീനാണ്, അത്ര ആക്റ്റീവേ അല്ല ഈ പുള്ളി. വൈഫ് എന്ന് പറയുമ്പോൾ കാണുമ്പോൾ കുറച്ചൊരു തടി തോന്നിക്കുന്ന രീതിയിലാണ്, പക്ഷെ വൈഫ് വളരെ ആക്റ്റീവാണ്. ഓക്കെ, ഷീസ് എ ഹോം മേക്കർ, 3 കുട്ടികളുണ്ട്. അപ്പോൾ ഇവർ തമ്മിൽ സംസാരിക്കുമ്പോൾ ഭർത്താവ് പറയുന്നത്, നിനക്കെന്തായാലും ഷുഗറും പ്രഷറൊക്കെ ഉണ്ടാവും, അങ്ങനെ ഒരു കോമഡി പറഞ്ഞിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷേ നമ്മൾ കടന്നു പോകുമ്പോൾ കാണുന്നത് വിസറൽ ഫാറ്റ് ഭർത്താവിൻ്റെ കേസിൽ വളരെയധികം കൂടുതലാണ്. നമ്മളതിൻ്റെ ഒരു ലിമിറ്റ് 100 ആണ് വെക്കൽ. പക്ഷെ അത് എത്രത്തോളം കുറയുന്നു അത്രത്തോളം നല്ലതാണ്. പക്ഷെ ഭർത്താവിൻ്റെ വിസറൽ ഫാറ്റ് അറൗണ്ട് 300s ആണ്. ആൻഡ് പുള്ളിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ മെറ്റബോളിക് പാരാമീറ്റേഴ്സും, ഷുഗർ, പ്രഷർ, എല്ലാതും ഒരു ബോർഡർ ലൈനിലായിട്ടുണ്ട്. പക്ഷേ അപ്പുറത്ത് വൈഫിൻ്റെ കൺസൾട്ടേഷൻ തുടങ്ങിയപ്പോൾ അവരെ പൊതുവെ കുറച്ചുകൂടി തടി തോന്നിക്കുന്നുണ്ടെങ്കിലും വെയിറ്റ് കുറച്ച് കൂടുതലാണെങ്കിലും അവരുടെ ഈ പറഞ്ഞ എല്ലാ മെറ്റബോളിക് പാരാമീറ്റേഴ്സും വളരെ കൺട്രോൾഡാണ്. അവരുടെ വിസറൽ ഫാറ്റ് നോക്കുമ്പോഴും ഓൾമോസ്റ്റ് നോർമലാണ്. കംപ്ലീറ്റ്ലി നോർമലല്ല, ഓൾമോസ്റ്റ് നോർമലാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം തടി തോന്നിക്കാനുള്ള കാരണം അവർക്ക് കൂടുതലുള്ളത് ഈ സബ്ക്യൂട്ടേനിയസ് ഫാറ്റാണ്. അത് പലപ്പോഴും ഈ പ്രഗ്നൻസിൻ്റെ സമയത്തൊക്കെ ഒരു പ്രൊട്ടക്റ്റീവ് ലെയറായിട്ട് വന്നതായിരിക്കാം. അപ്പോൾ പുറമേ ദൃഷ്ടിയിൽ വളരെ മെലിഞ്ഞ് ഫിറ്റ് എന്നൊക്കെ നമ്മൾ പലപ്പോഴും ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്ന ആളുകൾ ഉള്ളിൽ അത്ര ഫിറ്റ് ആയിക്കൊള്ളണം എന്നില്ല. അത് നമുക്ക് ഈസി ആയിട്ട് കാണാൻ പറ്റുന്നത് വിസറൽ ഫാറ്റ് നോക്കിയാൽ മതി. വിസറൽ ഫാറ്റ് നമുക്ക് ഈ പറയുന്ന CT വെച്ചിട്ട് നമുക്ക് ഈസിലി കാണാൻ പറ്റും. അപ്പോൾ ഇതിൽ നമ്മൾ പൊതുവിൽ ഇങ്ങനെ പറയും, വളരെ ഫിറ്റാന്ന് തോന്നിയ ഒരാളായിരുന്നു, അല്ലെങ്കിൽ വളരെ മെലിഞ്ഞിട്ടായിരുന്നു, അവർക്ക് ഹാർട്ട് അറ്റാക്ക് വന്നു എന്നൊക്കെ. ഞാനൊരിക്കലും ആക്റ്റീവായി ഫിറ്റ്നസ്സിൽ വർക്കൗട്ട് ചെയ്യുന്ന ആളുകൾ അവർക്ക് വിസറൽ ഫാറ്റ് കൂടുതൽ എന്നല്ല ഉദ്ദേശിക്കുന്നത്. ചില ആളുകളുടെ ബോഡിയിൽ ഈ പറയുന്ന പോലെ അവർ എന്തൊക്കെ ചെയ്ത് കഴിഞ്ഞാലും മെലിഞ്ഞിട്ടാണ് നിൽക്കുക. അങ്ങനെയുള്ള ആളുകൾ സൂക്ഷിക്കണം. അവരെ പുറമേയുള്ള മെലിയലിനപ്പുറം ഇൻറ്റേർണലി അവരുടെ ഫാറ്റ് ഭയങ്കര കൂടുതലാവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇതിൽ ഒരു കാര്യം കൂടി എനിക്ക് ആഡ് ചെയ്യാനുണ്ട്. ഈ പറയുന്ന വ്യക്തി അടക്കം അവിടെ നിന്നൊരു ആക്ഷൻ എടുക്കുകയാണ്. അവർ ഈ പറയുന്ന ഒരു ബ്ലൈൻഡ് സ്പോട്ടിലാണ്. ഞാൻ ഭക്ഷണം കഴിക്കുന്നുണ്ട്, ഞാൻ സെഡൻഡറി ആണ്, പക്ഷേ ഞാൻ തടിക്കുന്നില്ല, അതുകൊണ്ട് ഐ ആം ഹെൽത്തി. പക്ഷേ അവിടെ നിന്ന് അവർ കാണുന്നതോടുകൂടി നമ്മളിവിടുത്തെ ഒരു കൺസൾട്ടേഷനിൽ നമ്മൾ ഇമേജസൊക്കെ കാണിച്ചു കൊടുക്കും. അതിൽ നിന്ന് അവർ ഒരു ആക്ഷൻ എടുക്കുകയാണ്. ഓക്കെ, നൗ ഐ ഹാവ് ടു ടേൺ മൈ ലൈഫ് അറൗണ്ട്. എനിക്ക് തോന്നുന്നു ഈ വിസറൽ ഫാറ്റ് ഒരുവിധം മെറ്റബോളിക് ഡിസീസസിൻ്റെ ഒക്കെ മദർ ഓഫ് മെറ്റബോളിക് ഡിസീസ് എന്ന് പറയുന്നതും കൂടിയിട്ടാണ്. അപ്പോൾ നമ്മൾ സ്ക്രീൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുവിധം കാര്യങ്ങളെപ്പറ്റി നമുക്ക് ഐഡിയ കിട്ടും. അതിൽ പ്രധാനമായിട്ടും ആളുകളിൽ വണ്ടർ അടിപ്പിക്കുന്ന ഒരു ടെസ്റ്റാണ് ശരിക്കും പറഞ്ഞാൽ വിസറൽ ഫാറ്റ്. എനിക്കും അറിയില്ലായിരുന്നു, ഒരു പുതിയ ഇൻഫർമേഷൻ ആണ്. അതെ, നമ്മൾ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ നമ്മൾ പൊതുവിൽ കണ്ടിട്ടുണ്ടാവും, ചില ഫ്രണ്ട്സ് അല്ലെങ്കിൽ സിബ്ലിങ്സും ആവാം, എന്ത് കഴിച്ചാലും മെലിഞ്ഞിട്ടേ ഇരിക്കുള്ളൂ. ചില ഫ്രണ്ട്സ് സങ്കടം പറയും, ഞാൻ വെള്ളം കുടിച്ചാലും തടിച്ചിട്ടായിരിക്കും എന്നുള്ളത്. അപ്പം ശരിക്കും സ്ക്രീൻ ചെയ്താലേ നമ്മളെ ബോഡീൻ്റെ ഉള്ളിൽ എന്താ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ വാട്ട് മൈ ബോഡി ഈസ് എന്നുള്ളൊരു അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ സ്ക്രീൻ ചെയ്താലേ മനസ്സിലാവുള്ളൂ.
അപ്പോൾ ചില ആൾക്കാർ അങ്ങനെ ആയിരിക്കും, ബട്ട് ദേ ഹാവ് അവരുടെ മെറ്റബോളിക് ഇമ്പയർമെൻ്റ് ഒക്കെ അറിയണം എന്നുണ്ടെങ്കിൽ സ്ക്രീൻ ചെയ്താലേ അറിയുള്ളൂ എന്നുള്ളതാണ്. ആൻഡ് BMI കുറച്ചും കൂടെ ഓൾഡ് സ്കൂൾ എന്ന് പറയാം. കാരണം നമ്മൾ കാണുമ്പം ഹെൽത്തി ആയിട്ട് തോന്നും, ഹിസ് വെയ്റ്റ് വിൽ ബി അപ്രോപ്രിയേറ്റ് ഫോർ ഹൈറ്റ്, പക്ഷേ ഉള്ളിൽ കുറേ വിസറൽ ഫാറ്റും മെറ്റബോളിക് ഇമ്പയർമെൻറ്റും ഫാറ്റി ലിവറും നടക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മളത് അറിയില്ല. അപ്പോൾ കാണുമ്പോൾ ഹെൽത്തി ആണ്, പക്ഷെ ഉള്ളിൽ ഹെൽത്തി ആയിരിക്കണം എന്ന് ഇല്ല. ആക്ച്വലി ആളുകൾ ഇങ്ങനെ ഫ്ലെക്സ് ചെയ്ത് പറയാറുണ്ട്, ഞാൻ എന്ത് കഴിച്ചാലും എനിക്ക് തടി വെക്കില്ല. ആക്ച്വലി അതൊരു കൺസേൺഡ് നമ്മൾ കാണിക്കേണ്ട ഒരു ഇറ്റ്സ് എ ടൈം ബോംബ്. സീരിയസ്ലി അത് വെയിറ്റ് ഒരിക്കലും BMI ഒരിക്കലും ഒരു ഗുഡ് ഹെൽത്തിൻ്റെ ഇൻഡിക്കേറ്റർ അല്ല. നമ്മളിപ്പോൾ കുറച്ചും കൂടി മെഡിക്കൽ സെൻസിൽ പറയാം, ഒരു പോപ്പുലേഷൻ ലെവലിൽ നമുക്കിപ്പോൾ ഒരു പൊതുവിൽ പറയാം വെയിറ്റ് ഉള്ള ആളുകൾ അൺഹെൽത്തി ആണ് എന്നൊക്കെ. പക്ഷേ വെയിറ്റ് ഇല്ലാത്ത ആളുകൾ ഹെൽത്തി ആണെന്ന് ഒരിക്കലും കൺസിഡർ ചെയ്യാൻ പാടില്ല. അതർവൈസ് കുറേയൊക്കെ ശരിയാണ്, ഓക്കെ. പക്ഷേ ലോ വെയിറ്റ് അല്ലെങ്കിൽ നോർമൽ വെയിറ്റ് എന്ന് പറയുന്നതിനേക്കാളും ബോഡി കോമ്പോസിഷനാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ബോഡി കോമ്പോസിഷൻ അളക്കാൻ DEXA സ്കാനും അതുപോലെ തന്നെ CT സ്കാനൊക്കെയാണ് അതിന് നമ്മൾ ഉപയോഗിക്കുന്നത്. എനിക്ക് തോന്നുന്നു എല്ലാവരും ശ്രദ്ധിക്കുക, പൊതുവെ ലൈഫ് സ്റ്റൈലായിട്ടും ഹെൽത്തിനൊരു സമയം കൊടുത്ത് ആ ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് എല്ലാവരും സമയം കണ്ടുപിടിക്കുക. പിന്നെ കുറച്ചും കൂടെ മൈൻഡ്ഫുൾ ഈറ്റിംഗ് കുറേ ഹെൽപ്പ് ചെയ്യും. ചീറ്റഡ് ആവാതെ ശ്രദ്ധിക്കുക. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ കുറേ കാര്യങ്ങൾ കാണും, ഹെൽത്തി പ്രോഡക്റ്റ്സ് ആണെന്ന് തോന്നിപ്പിക്കുന്ന കാര്യങ്ങൾ പോലും കാണും. ഇപ്പോൾ റീസെൻ്റ് ആയിട്ടുണ്ടായൊരു കാര്യം പറയാം. ലാസ്റ്റ് ഡേ ഐ വാസ് ഹാവിങ് ഒരു ഫ്രൂട്ട് യോഗേർട്ട് ആയിരുന്നു. അപ്പോൾ കാണുമ്പോൾ ഫ്രൂട്ടാണ് യോഗേർട്ടാണ്. അപ്പം ജസ്റ്റ് ഒന്നിങ്ങനെ നമ്മൾ കഴിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മൾ ട്വിസ്റ്റ് ചെയ്ത് ഇങ്ങനെ നോക്കുമ്പം അതിൽ ഷുഗർ 15 grams ആയിരുന്നു. സോ അതിൽ കണ്ടൻസ് വായിക്കുമ്പോഴാണ് ആക്ച്വലി നമുക്ക് മനസ്സിലാവുന്നത് നമ്മൾ വിചാരിക്കുന്ന അത്ര ഹെൽത്തി ആവണം എന്നില്ല, അതെങ്ങനെ നമുക്ക് കാണിച്ചു തരുന്നു എന്നുള്ളത്. എപ്പോഴും ആ മൈൻഡ്ഫുൾ ഈറ്റിംഗ് എപ്പോഴും നല്ലതായിരിക്കും. അതിൻ്റെ കൂട്ടത്തിൽ ഒരു 2 hours ഉണ്ടെങ്കിൽ എല്ലാവർക്കും വന്ന് സ്ക്രീൻ ചെയ്ത് പോവാം എന്നുള്ളതാണ്. അപ്പോൾ സ്ക്രീനിങ്ങും കൂടെ ചെയ്ത് കഴിഞ്ഞാലാണ് ഇത് പ്രോസസ്സ് കംപ്ലീറ്റ് ആവുന്നത്. അപ്പം വേൾഡിൽ ഇപ്പോൾ എവിടെയാണെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു ചില സ്ഥലത്ത് ഫീൽ ഇറ്റ് ഒരു കൺവീനിയൻ്റ് എല്ലാം തോന്നാൻ കാരണം 6 hours അല്ലെങ്കിൽ 8 hours ഓഫ് വെയിറ്റിംഗ്, ഹോസ്പിറ്റലിലുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെയാണ്. ഇഫ് ആക്സസിബിൾ അല്ല എന്നുണ്ടെങ്കിൽ എവിടെ വേണമെങ്കിലും നമുക്ക് സ്ക്രീൻ ചെയ്യാം. ബട്ട് വി ഷുഡ് ബി ഒരു എൻഷുർ ചെയ്യുക, എൻ്റെ ഹെൽത്തിനെ ഞാൻ കോൺസ്റ്റൻ്റ്ലി അല്ലെങ്കിൽ പീരിയോഡിക്കലി ചെക്ക് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. അതിനൊരു ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട സമയം അതിക്രമിച്ചു എന്നാണ് തോന്നുന്നത്. നമ്മൾ കുറേ കാര്യങ്ങൾ സംസാരിച്ചു, അതായത് ഇപ്പോൾ നമുക്ക് മനസ്സിലായി സ്ക്രീനിങ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത്. എങ്കിലൊരു ഫൈനൽ എന്താ പറയുക, ഇപ്പം നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരുടെ അടുത്ത് ഒരു കാര്യം പറയാനുണ്ടെങ്കിൽ രണ്ടാളും എന്തായിരിക്കും പറയാം? കൺസൾട്ട് ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ച് ഞാൻ ആദ്യകാലങ്ങളിൽ ന്യൂറേ ജോയിൻ ചെയ്ത ആദ്യകാലങ്ങളിലൊക്കെ ആളുകളോട് അവരുടെ എന്താ പറയുക ഇൻസൈറ്റ് അല്ലെങ്കിൽ അവർ ഇതിനെങ്ങനെ നോക്കിക്കാണുന്നു എന്നുള്ള സ്വാഭാവികം ചോദിക്കാറുണ്ട്. അപ്പോൾ എൻ്റെ മുമ്പിൽ ആദ്യ സമയങ്ങളിൽ വന്ന വളരെ യങ് ആയിട്ടുള്ളൊരു ലേഡി ഉണ്ട്. ഷീ മേ ബി ജസ്റ്റ് 40. അപ്പോൾ അവർ പറഞ്ഞൊരു കാര്യമാണ് എനിക്കിതിൽ പറയാനുള്ളത്. സ്ക്രീനിങ് ഈസ് എ ഇൻ്റലിജൻറ്റ് ചോയ്സ്. ഓക്കെ, കാരണം അവരെന്നോട് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ എനിക്ക് 2 കുട്ടികളാണുള്ളത്. ഒരാൾ 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു, വേറെ ആൾ കുറച്ചും കൂടി ചെറുതാണ്. ഐ ഷുഡ് ബി എ റെസ്പോൺസിബിൾ മദർ. അപ്പോൾ ഷീ വാസ് ലുക്കിംഗ് വെരി ആക്റ്റീവ്. അപ്പോൾ ഞാൻ അവർ പറയുന്നത് ഞാൻ എൻ്റെ കോളേജ് കാലഘട്ടത്തിലൊക്കെ അടിച്ച് പൊളിച്ച് നടന്നൊരു വ്യക്തിയാണ്. ബട്ട് നൗ ഐ ആം അവരെ തന്നെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് മോർ ഓഫ് എ മദറായിട്ടാണ്. ഷീ ഈസ് എ വർക്കിംഗ് ലേഡി ആസ്. ഞാൻ എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് ചെയ്യാവുന്ന ഏറ്റവും ബെസ്റ്റ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും റെസ്പോൺസിബിളായി ചെയ്യുന്നതാണ്. അപ്പോൾ അതിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് വൺ ഓഫ് ദ ഇൻ്റലിജൻറ്റ് ചോയ്സ് എന്ന് പറഞ്ഞാൽ സ്ക്രീൻ ചെയ്യുക, എന്തെങ്കിലും ഉണ്ടെങ്കിൽ നേരത്തെ കണ്ടെത്തുക. അതല്ലാതെ അതിൽ നിന്ന് മാറി നിന്നിട്ട് നമ്മളൊരു വലിയ നമ്മളെക്കൊണ്ട് താങ്ങാനാവാത്ത ഒരു ന്യൂസ് ഏറ്റെടുക്കുക എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം സാധ്യമല്ല. അപ്പോൾ അത് തന്നെയാണ് എനിക്ക് ശരിക്കും പറയാനുള്ളത്. സ്ക്രീനിങ് എന്ന് പറയുന്നത് നമ്മൾ ഒഴിച്ചുകൂടാനാവാത്ത നിർബന്ധമായിട്ടും ഫോളോ ചെയ്യേണ്ട ഒരു, എത്ര ഹെൽത്തി ആയിട്ട് നമ്മൾ ജീവിക്കുകയാണെങ്കിലും നമ്മളുടെ ചുറ്റുപാടുകൾ അത്ര ഹെൽത്തി അല്ല, മനസ്സിലായോ? അപ്പോൾ നമ്മുടെ എയർ ക്വാളിറ്റിയിൽ നമുക്ക് ഇടപെടാൻ പറ്റുന്നതിനൊരു പരിധിയുണ്ട്. നമ്മുടെ വാട്ടർ ക്വാളിറ്റിയിൽ നമുക്ക് ഇടപെടാൻ പറ്റുന്നതിനൊരു പരിധിയുണ്ട്. നമ്മളെ മുമ്പിൽ കാണുന്ന ഭക്ഷണത്തിൽ ഇടപെടാൻ പറ്റുന്നതിൽ പരിധിയുണ്ട്. ഇപ്പോൾ നമ്മൾ ഭക്ഷണത്തിൽ അൾട്രാ പ്രോസസ്ഡ് ഫുഡ്സ്, എക്സ്ട്രാ ചീസ്, ഇങ്ങനെയാണ് നമ്മളുടെ ഭക്ഷണം പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ എത്രയൊക്കെ നടക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും നമ്മൾ സെഡൻഡറി ആണ്,
മനസ്സിലായി? അപ്പം മുമ്പ് വെള്ളം കോരിക്കൊണ്ടുവരിക എന്നുള്ളതാണ് വെള്ളം കിട്ടാനുള്ള ഒരു പ്രോസസ്സ്. ഇന്ന് നമ്മളെ മുമ്പിൽ ഫ്രിഡ്ജുണ്ട്, ഫ്രിഡ്ജിൻ്റെ ഉള്ളിലാണ് ബോട്ടിലുള്ളത്, ഫ്രിഡ്ജ് റൂമുകളുടെ ഉള്ളിലെത്തി. അപ്പോൾ അങ്ങനെ നിൽക്കുന്നൊരു സമൂഹത്തിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ പറയുന്ന ഹെൽത്തി ആയിട്ടുള്ള എല്ലാ ആക്ഷൻസും ഡെഫിനറ്റ്ലി എടുക്കണം. നിങ്ങൾ അറ്റ്ലീസ്റ്റ് 30 മിനിറ്റ്സ്, അറ്റ്ലീസ്റ്റാണത് 30 മിനിറ്റ്സ് ഒരു എയറോബിക് ആയിട്ടുള്ള കുറച്ച് വേർക്കുന്ന രീതിയിലൊക്കെ ഉള്ള ഒരു എക്സസൈസ്, ഭക്ഷണം ക്രമപ്പെടുത്തുക, നേരത്തെ പറഞ്ഞ പോലെ സമയത്തിന് ഉറങ്ങുക, പിന്നെ അതിൻ്റെ കൂടെ ഒരു പീരിയോഡിക് ആയിട്ടുള്ള സ്ക്രീനിങ് ചെയ്യുക. ഇത് ഒരു 35 ഇയേഴ്സ് മുതൽ ഈ ഒരു രീതിയിലൊക്കെ സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മളുടെ ലൈഫ് എക്സ്പെക്റ്റൻസി കൂട്ടാൻ പറ്റും. അതിലേറെ ഞാൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹെൽത്ത് സ്പാൻ എന്ന് പറയും. നമ്മൾ എത്രത്തോളം ഹെൽത്തി ആയിട്ട് ജീവിക്കുന്നു എന്നുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ സ്ക്രീനിങ് ആഡ്സ് ലൈഫ് ടു ഇയേഴ്സ് എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ സ്ലോഗൻ. സ്ക്രീനിങ് ആഡ്സ് ഇയേഴ്സ് ടു ലൈഫ് എന്നുള്ളത് ഒരു സത്യമാണ്. പക്ഷെ അതിനേക്കാൾ കൂടുതൽ എനിക്ക് കൊടുക്കാനുള്ള ടേക്ക് ഹോം മെസ്സേജ് എന്ന് പറഞ്ഞാൽ സ്ക്രീനിങ് വിൽ ആഡ് ലൈഫ് ടു യുവർ ഇയേഴ്സ്. ഓക്കെ ഓക്കെ, ഐ തിങ്ക് യു ഗോട്ട് ഇറ്റ്. യെസ് യെസ്, ഓക്കെ. മാം, എനിക്ക് തോന്നുന്നു സ്ക്രീനിങ് ബേസിക്കലി എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് ടു കണ്ടിന്യൂ ഡൂയിങ് വാട്ട് യു ലവ് എന്ന് പറയാം. നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പറഞ്ഞ പോലെ ലൈഫ് സ്പാൻ കൂട്ടാനും അതേപോലെ നമ്മൾ ജീവിച്ചിരിക്കുന്ന അത്രയും കാലം അതിൻ്റെ ക്വാളിറ്റി ഓഫ് ലൈഫ് എത്രത്തോളം ഉണ്ട് എന്നറിയാനും. യങ് ആയിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഈ ഇത്രയും ലൈഫ് സ്റ്റൈലിൽ വന്ന ചേഞ്ചസ്, ഇപ്പം നമുക്കറിയാം യങ് MIകൾ വളരെ കൂടുതലാണ്. ഹാർട്ട് അറ്റാക്സ് ഇപ്പം പണ്ട് 40ക്ക് ശേഷം കേട്ടുകൊണ്ടിരുന്നത് അല്ലെങ്കിൽ 50 വയസ്സിന് ശേഷം കേട്ടുകൊണ്ടിരുന്നത് ഇപ്പം 25 വയസ്സ് മുതലേ നമ്മളിപ്പം കേൾക്കാൻ തുടങ്ങി. അപ്പം കുറേ പേര് അങ്ങനെ ആലോചിക്കുന്നുണ്ട്. എൻ്റെ ഫ്രണ്ട് 40 ഇയേഴ്സ് അല്ലെങ്കിൽ 35 ഇയേഴ്സിൽ ഹാർട്ടിനൊരു ബുദ്ധിമുട്ട് വന്നുകൊണ്ട് ഓടി വന്ന് സ്ക്രീൻ ചെയ്യുന്ന ആൾക്കാരെയാണ് നമ്മൾ കാണുന്നത്. അപ്പം അങ്ങനെ ആവാതെ എല്ലാവരും ലൈഫ് സ്റ്റൈലിന് കുറച്ചും കൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നുള്ളത്. ലൈഫ് സ്റ്റൈലിൽ ഒരു തരത്തിൽ നമ്മൾ റിസ്ക് കുറയ്ക്കാൻ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. പക്ഷേ സ്ക്രീനിങ് ആക്ച്വലി സേവ്സ് ലൈഫ് എന്നുള്ളതാണ്. അപ്പം ഓരോരുത്തരുടെ ഇൻഡിവിജ്വൽ റിസ്ക് ഡിഫറെൻ്റ് ആയിരിക്കും. പിന്നെ എസ്പെഷ്യലി എല്ലാവരും പ്രയോറിറ്റൈസ് ചെയ്യുക. ഇപ്പം ഞാൻ പറയുമ്പം നമ്മൾ മദേഴ്സിനോട് കൂടെ പറയാനുണ്ടാവും. മദേഴ്സ് ആയിരിക്കും വീട്ടിൽ ഏറ്റവും ലാസ്റ്റ് ഭക്ഷണം കഴിക്കുക. എല്ലാവർക്കും ഭക്ഷണം വിളമ്പി എല്ലാവർക്കും ഭക്ഷണം കൊടുത്തതിൻ്റെ ശേഷം അവർ ലാസ്റ്റ് കഴിക്കും. കഴിക്കുമ്പോഴേക്കും കിച്ചണൊക്കെ ക്ലോസ് ചെയ്യാനൊരു 10 o'clock ആവും ഏറ്റവും ലാസ്റ്റ് അവർ കഴിക്കുക. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഭക്ഷണം വേസ്റ്റ് ആക്കാതിരിക്കാൻ വേണ്ടിയിട്ട് മക്കൾ കഴിച്ചതിൻ്റെ ബാക്കിയും കൂടെ മദേഴ്സ് കഴിക്കും. അപ്പോൾ അതൊരു റെഗുലേറ്റഡ് മീൽ അല്ല, അല്ലെങ്കിൽ അതൊരു മൈൻഡ്ഫുൾ ഈറ്റിംഗ് അല്ല. അപ്പോൾ അവർ ഫാമിലിക്ക് വേണ്ടി ചെയ്യുന്ന കാര്യമാണത്. ബിക്കോസ് ദേ കെയർ ഫോർ അവരുടെ ഫാമിലിക്ക്. പക്ഷേ അവരുടെ ഹെൽത്തിന് എത്രത്തോളം അവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് എന്നും കൂടെ ആലോചിക്കണം. അപ്പോൾ അവർക്കും കുറച്ച് ഇമ്പോർട്ടൻസ് കൊടുക്കുക. ഒരു 8 മണിക്കുള്ളിൽ കിച്ചണൊക്കെ ക്ലോസ് ചെയ്യാൻ ശ്രമിക്കുക. 6 മണിയാകുമ്പോൾ തന്നെ ഫുഡ് അവർ കഴിക്കുക ഫസ്റ്റ്. ഇപ്പം കുട്ടികളാണെങ്കിലും ഹസ്ബൻഡാണെങ്കിലും ലേറ്റായി വരുന്നതാണെങ്കിൽ അവരാദ്യം അവരുടെ ഡിന്നർ ഫിനിഷ് ചെയ്യുക. അവരുടെ ലൈഫ് സ്റ്റൈലിന് കുറച്ചും കൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കുക, ഹെൽത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നുള്ളത്. സോ ദേ വിൽ അവർക്ക് അവരുടെ ഫാമിലീനെ നോക്കാൻ കുറച്ചും കൂടെ ദേ വിൽ ബി ഏബിൾ. ആൻഡ് അവരും സ്ക്രീനിങ്ങിന് വരിക. നമ്മളിവിടെ കാണുന്നൊരു ട്രെൻഡിൽ കപ്പിളായിട്ട് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലാരെങ്കിലും ഒരാളാണ് സ്ക്രീൻ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ മെയിലായിരിക്കും ചെയ്യുന്നുണ്ടാവും. അപ്പം അത്രയും കുറച്ചുകൂടെ ഫീമെയിൽസും കൂടെ എല്ലാവരും ഇമ്പോർട്ടൻസ് ഒരേപോലെ കൊടുക്കട്ടെ ഹെൽത്തിന് എന്നുള്ളതാണ്. ഓക്കെ, ഹെൽത്തിന് പ്രയോറിറ്റൈസ് ചെയ്യുക, കുറച്ച് സമയം മാറ്റി വെച്ചാൽ ഫുൾ സ്ക്രീനിങ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. സോ ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ളൊരു ഇതിന് വേണ്ടിയിട്ട് ജീവിക്കുക അല്ലേ? താങ്ക് യു സർ, താങ്ക് യു.